ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് യൂട്യൂബ് ഇപ്പം സ്റ്റാർട്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംഭവമായിട്ടാണ്. നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്യാനായിട്ട് പോകുമ്പോൾ എല്ലാം ഫേവറബിൾ ആവണമെന്നൊന്നുമില്ല. യൂട്യൂബ് വീഡിയോ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മളെ കയ്യിൽ ട്രൈപോഡോ റിംഗ് ലൈറ്റോ മൈക്കോ എന്തിന് ക്ലാരിറ്റി ഉള്ളൊരു ഫോണോ പോലും കാണത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മളെ കയ്യിലുള്ള ഫോൺ വെച്ചിട്ട് ബുക്കൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് അല്ലെങ്കിൽ കമ്പൊക്കെ എടുത്ത് വെച്ചിട്ടായിരിക്കും ഫോണൊക്കെ ഒരു സ്ഥലത്ത് വെക്കുന്നത്. പക്ഷെ ഒരു കാറ്റടിച്ച് ഫോണൊക്കെ തറയെ വീണ് പൊട്ടി എൻ്റെ അതേ അവസ്ഥയാവും. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് എന്തായാലും ഇറങ്ങി, അപ്പം ഒരു ട്രൈപോഡോ റിംഗ് ലൈറ്റോ ഒക്കെ മേടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ മേടിച്ചതാണ്. എന്നാൽ ഒരുപാട് പൈസയും ഇൻവെസ്റ്റ് ചെയ്യാനൊന്നുമില്ല. സോ ഏറ്റവും അഫോർഡബിൾ ആയിട്ട് ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ച ഒരു റിംഗ് ലൈറ്റും ട്രൈപോഡാണ് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. അപ്പം നിങ്ങൾ ഇപ്പം യൂട്യൂബ് തുടങ്ങിയതേ ഉള്ളൂ എങ്കിൽ അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അത് കണ്ടിട്ട് വരാം. ഹലോ ഗൈസ്, ഇതാണ് ആ സാധനം, ട്രൈപോഡ് റിംഗ് ലൈറ്റ്. കേബിളൊക്കെ വരുന്നുണ്ട്, പിന്നെ ഒരുപാട് സ്ക്രൂ ഒക്കെ ഉണ്ട്. എവിടെയൊക്കെ ഇങ്ങനെയൊക്കെ ഫിറ്റ് ചെയ്യണമെന്ന് നമുക്ക് പഠിക്കാം. ഗൈസ്, ഈ സ്ക്രൂ ആണ് റിംഗ് ലൈറ്റിൽ ട്രൈപോഡിൽ റിംഗ് ലൈറ്റ് ഫിറ്റ് ചെയ്യാനുള്ളത്. ഇനി ഇതാണ്, കണ്ടില്ലേ, ഇതാണ് റിംഗ് ലൈറ്റിൽ ഫോൺ ഫിറ്റ് ചെയ്യാനുള്ളത്. അപ്പം നമുക്കിത് വച്ച് നോക്കാം. ആ 2 സ്ക്രൂ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് അത് നമ്മൾ ലൂസാക്കുമ്പോൾ നമുക്ക് മേളിലോട്ട് ഇതിൻ്റെ ഹൈറ്റ് കൂട്ടാനായിട്ട് പറ്റും. ഇത് കണ്ടില്ലേ, ഏകദേശം 7 ഫീറ്റാണ് ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. നമ്മളെ വീടിൻ്റെ ഡോറ് വരെയൊക്കെ അത്രയും ഉയരത്തിൽ നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ 3 കാല്, അത് അവിടെ ഒരു സ്ക്രൂ വെച്ചിട്ടുണ്ട്. അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഇതിങ്ങനെ താക്കാനായിട്ട് പറ്റും. ഹൈറ്റ് നമുക്ക് കൂട്ടാം, ഇനി കുറയ്ക്കണമെങ്കിൽ മേളിലോട്ടാക്കിയാൽ മതി. അപ്പം ഇങ്ങനെ ചെയ്തിട്ട് ആ സ്ക്രൂ ടൈറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഈ കാണുന്ന സ്ക്രൂ ടൈറ്റ് ചെയ്തുകൊണ്ട് ലൂസാക്കിക്കൊണ്ടും അത് നമുക്ക് 360 ആംഗിളിൽ റൊട്ടേറ്റ് ചെയ്യാനായിട്ടൊക്കെ പറ്റും. അതിൻ്റെ പുറത്താണല്ലോ റിംഗ് ലൈറ്റ് വെക്കുന്നത്. സോ റിംഗ് ലൈറ്റ് ഏത് ഡയറക്ഷനിൽ വേണേ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്യുന്നവർക്കൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അടുത്ത് നമുക്ക് റിംഗ് ലൈറ്റ് ഫിക്സ് ചെയ്യാം. ജസ്റ്റ് അതിൻ്റെ പുറത്തങ്ങ് വെച്ചിട്ട് ഒന്ന് തിരിച്ചു കൊടുത്താൽ മതി. ഫിക്സ് ആയിട്ട് തന്നെ ഇരുന്നോളും, വീഴത്തൊന്നുമില്ല. പക്ഷെ എനിക്ക് ആ ടൈമിൽ അത് വീഴുമോ എന്നൊക്കെ ഒരു പേടിയായിരുന്നു. പക്ഷേ വീഴത്തില്ല, നല്ല ഫിക്സ് ആയി. കണ്ടില്ല, നമുക്ക് ഏത് ഡയറക്ഷനിൽ വേണേൽ നമുക്ക് തിരിക്കാം. എന്നിട്ട് ആ സ്ക്രൂ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി, അവിടെ തന്നെ ഇരുന്നോളും. ഗൈസ്, അപ്പോൾ അടുത്ത സ്റ്റെപ്പ് മൊബൈൽ നമ്മൾ വെക്കണം. അപ്പം മൊബൈൽ ഞാൻ വെക്കുന്നത് എങ്ങനെ കാണിക്കും? കാരണം മൊബൈൽ എൻ്റെ ആണല്ലോ. അപ്പോൾ ഇതിലാണ് നമ്മൾ മൊബൈൽ വെക്കുന്നത്. ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്ത് മൊബൈലിൻ്റെ വലുപ്പം അനുസരിച്ച് നമുക്ക് വയ്ക്കാനായിട്ട് പറ്റും. ഇനി ഇത് നമുക്ക് റിംഗ് ലൈറ്റിൽ ഫിക്സ് ചെയ്യാം. നമുക്കിതെങ്ങനെ ഫിറ്റ് ചെയ്യണമെന്ന് നോക്കാം. പ്ലംബറെ വിളിക്കേണ്ടി വരും. പ്ലംബർ അല്ലല്ലോ, ഇലക്ട്രീഷ്യൻ അല്ലേ. അപ്പം ഇത് ഊരി, ഇതിനകത്ത് ഈ ഒരു സാധനം ഉണ്ടായിരുന്നു, അത് നമ്മൾ ഊരി. എന്നിട്ട് ഇത് നമ്മൾ സക്സസ്. അങ്ങനെയല്ല, തിരിച്ച്. ഓക്കെ ഗൈസ്, സക്സസ്. ആ ഒരു അത് നമ്മൾ ജസ്റ്റ് റിംഗ് ലൈറ്റിൻ്റെ അവിടെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുത്താൽ മതി. വേറെ സ്ക്രൂ കാര്യങ്ങളൊന്നും അതിലില്ല, അതവിടെ തന്നെ ഇരുന്നോളും. ഇതും 360 ആംഗിളിലുള്ള റൊട്ടേഷനാണ്. മൊബൈൽ നമുക്ക് ഏത് ഡയറക്ഷനിൽ വേണേൽ വെക്കാം. ഫൈനലി സക്സസ്ഫുൾ. ഓക്കെ, പക്ഷെ ഇത് വീണു പോകുന്നൊക്കെ എനിക്കൊരു പേടിയുണ്ട്. ഇതിന് കുത്തിയിട്ട് ലൈറ്റ് കാണിച്ചു തരാം. ചാർജറിൻ്റെ അഡാപ്റ്റർ വെക്കുന്നതിൽ ഇത് ഫിക്സ് ചെയ്തിട്ട് സ്വിച്ച് ഓണാക്കി പവർ ബട്ടൺ ഓണാക്കിയപ്പോൾ ലൈറ്റ് എത്തി. അപ്പോൾ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കുറയ്ക്കാനും കൂട്ടാനുള്ള ബട്ടൺ ഉണ്ട്. വാം ലൈറ്റ് ഉണ്ട്, വൈറ്റ് ലൈറ്റ് ഉണ്ട്, കൂൾ ലൈറ്റ് ഉണ്ട്.
ഗൈസ്, അപ്പോൾ എല്ലാം സെറ്റ് ചെയ്തു. ഇനി നമുക്ക് ലൈറ്റൊക്കെ ഇട്ട് വീഡിയോസൊക്കെ ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് ഒരു കാര്യത്തിലേക്ക് നമ്മളെടുത്ത് ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ എല്ലാം നമുക്ക് കൂടെ കാണണമെന്നില്ല. സോ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോവുക. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 600 താഴെയാണ്, അതായത് 599 മാത്രമേ ഉള്ളൂ. ഓഫർ പ്രൈസിൽ ആമസോണിൽ നിന്ന് മേടിച്ചതാണ്. അപ്പോൾ നിങ്ങൾ തുടക്കക്കാരാണ്, ട്രൈപോഡും റിംഗ് ലൈറ്റൊക്കെ ആവശ്യമാണെന്നുണ്ടെങ്കിൽ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. നല്ല പ്രോഡക്റ്റ് ആണ്. പിന്നെ ഇത് ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടില്ല, എന്നാലും കണ്ടിട്ട് വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.